ഹായ് ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ വീണ്ടും വന്നേക്കാണ് എൻ്റെ ജപ്പാൻ തള്ളൊക്കെ ആയിട്ടോ. ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി കുറച്ചും കൂടെയൊക്കെ ഉണ്ട്. ഞാൻ എടുത്ത വീഡിയോസൊക്കെ എല്ലാവരും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത്. ഞാൻ പോയ സ്ഥലങ്ങൾ എല്ലാവരും കൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കോബയിലുള്ള ഒരു ഹെർബ് ഗാർഡനിലാണ്. ഇതിൻ്റെ പേര് നുനോബിക്കി ഹെർബ് ഗാർഡൻ. ഇതിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷനൊക്കെ ഇങ്ങനെ തന്നെയാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് പോവാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്യൂ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ റൂട്ട് മാപ്പ് കാണിച്ചത്. ചെന്ന് കയറുന്നോട് തന്നെ കുറേ സോനിയർ ഐറ്റംസും പിന്നെ കുറേ ഹെർബൽ പ്രോഡക്റ്റ്സ് ഒക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്നും ശ്രദ്ധിക്കാതെ ക്യൂ നിന്ന് ഇനിയിപ്പോൾ ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ നിൽക്കുന്ന റൂമിൽ നിന്ന് മാറി വേറെ റൂമിൽ പോകാനുണ്ട്. അപ്പം ഞാൻ അവിടെ കണ്ട ഒരു ബ്രോഷറൊക്കെ എടുത്ത് അതിലിങ്ങനെ ഓരോന്നും ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ സീസണിനനുസരിച്ച് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഉണ്ടാവുന്നത്, ഓരോ സീസണിൻ്റെയും പ്രത്യേകത എന്താണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ കേബിൾ കാർ വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ആൾക്കാരെ അതിലേക്ക് ഇങ്ങനെ കയറ്റി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-6 ആൾക്കാർ ഇപ്പോൾ പോയി. അപ്പം ഞാനും ക്യൂവിൽ നിൽക്കുക തന്നെയാണ്. അടുത്ത റൗണ്ട് വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണേ. We've been waiting for so long. We've been waiting for this time to begin. We ain't getting any older. I kinda feel a little younger. അങ്ങനെ എൻ്റെ ടേണും വന്ന് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ കയറിയപ്പോഴാണ് ഞാൻ ആക്ച്വലി സർപ്രൈസ്ഡ് ആയത്. ഞാൻ വിചാരിച്ചത് 5-6 പേരെ ഒന്നിച്ച് കയറ്റുന്നു കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കാർട്ടിനുള്ളിൽ മാക്സിമം കപ്പാസിറ്റി 6 പേരാണ്. അപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്നവരൊക്കെ 5-6 പേര് വെച്ചിട്ട് അതിനെ കയറിയത്. അപ്പം ഞാൻ മാത്രം ഒരാളെ ആയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി, അതേപോലെ സർപ്രൈസ്ഡ് ആയിട്ടോ. ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് എന്നെ മാത്രം ഒറ്റയ്ക്ക് കയറ്റിയത്. അതുകൊണ്ട് ഒരു കാർട്ട് മുഴുവൻ എനിക്കിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഞാൻ ഫുള്ള് എണീറ്റ് നിന്നിട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മോൾക്ക് പോകുമ്പോൾ താഴത്തേക്ക് പോകുന്നവരും ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. തീർന്നിട്ടില്ല കേട്ടോ. എന്നോട് നെക്സ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങാൻ പറഞ്ഞു. എന്താണെന്നറിയില്ല, ടിക്കറ്റ് കണ്ട പോലെ പറഞ്ഞാൽ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണ്ടേ. അപ്പൊ ഒരു റൈഡും കൂടെ കിട്ടിയിരിക്കണം. ആക്ച്വലി ഞാൻ അവിടെ ഒരു സ്റ്റേഷൻ കണ്ടപ്പോൾ അവിടെ ഇറങ്ങേണ്ടി ഇരുന്നു കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. അപ്പോൾ ഒന്നും കൂടെ പോകാൻ പറ്റി. ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ഞാൻ അങ്ങോട്ട് എൻജോയ് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവിടെ ഇറങ്ങണം എന്നായപ്പോൾ മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നാലും അതിൽ കുറച്ചുകൂടെ പോകാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ സന്തോഷമായി അവിടെ തന്നെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ഞാൻ ഇതിന്റെ ടോപ്പിലെത്തി കേട്ടോ. അപ്പം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പോലുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെ കുറേ കഫറ്റീരിയകളൊക്കെ ഉണ്ട്. ഐസ്ക്രീമും കോഫി സാധനങ്ങളൊക്കെ സ്നാക്സ് ഒക്കെ ആയിട്ടില്ല ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടുന്ന് വേഗം മുകളിലേക്ക് ഇങ്ങനെ പോയി. ഇതൊരു ഗ്ലാസ് ഹൗസ് ആയിരുന്നു. കുറച്ചും കൂടെ മുകളിലെത്തിയപ്പോഴേ തണുപ്പ് താങ്ങാൻ പറ്റുന്നില്ല. മൂക്കൊക്കെ അടിഞ്ഞു പോയി. ഞാനാണെങ്കിൽ ഡ്രസ്സൊക്കെ 2-3 ഉള്ളിലിട്ടിട്ട് ജാക്കറ്റ് അവോയ്ഡ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ ജാക്കറ്റ് ഉള്ളിലുണ്ട്. ഇവിടത്തെ ഷോസ് എടുക്കാനും ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ നല്ല തണുപ്പുണ്ട്. കുഴപ്പമില്ല, ഈ തണുപ്പൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ച്. ഓ അടിപൊളിയായിട്ടൊക്കെ ബാക്കിലൊക്കെ. ഇത് ആക്ച്വലി ഒരു ഹെർബ് ഗാർഡൻ ആട്ടോ. കുറെ ഹെർബ്സ് ഒക്കെ താഴെ വെക്കാൻ വെച്ചിട്ടുണ്ട്. അന്ന് പിന്നെ നമുക്ക് വേണ്ടാത്തതുകൊണ്ട് അത്ര അങ്ങോട്ട് നോക്കിയിട്ടില്ല. കുറെ സാധനങ്ങളുണ്ട്. ഇവിടെ വലിയ കാര്യത്തിൽ വിൽക്കാൻ വെച്ചേക്കുന്ന ചെടി ഞാൻ കാണിച്ചിട്ട്. ഇത് കണ്ടാൽ ചിലപ്പോൾ എല്ലാവർക്കും പരിചയം ഉണ്ടോ. ഞങ്ങളെ വീട്ടിലുണ്ട് കേട്ടോ ഈ ചെടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെയാണ് ഇവർ വലിയ സംഭവമായിട്ട് വെക്കുന്നത്. മേ ബി അവർക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ പോയ ഹെർബ് ഗാർഡൻ്റെ ഒരു മിനിയേച്ചർ ഫോം എന്നുള്ളത്. കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. തിരിച്ചിറങ്ങുമ്പോൾ കുറേ ഡ്രൈഡ് ഫ്ലവേഴ്സും പിന്നെ കുറേ എസെൻഷ്യൽ ഓയിൽസും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വാങ്ങാൻ നിന്നില്ല. പിന്നെ ഇവിടേക്ക് ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്ന ഒരു 2000 യെന്നും പിന്നെ അതേപോലെ അതായത് ഫുൾ റൗണ്ട് ട്രിപ്പിനുള്ളത് തിരിച്ചു വരാനും കൂടെ ഉള്ളത്. പിന്നെ 1800 എന്നാണ്, അല്ല 1600 എന്നാണ് തോന്നുന്നു ഹാഫ് വേ ആയിട്ട് പോയി വരണം. അപ്പം ഞാൻ എന്തായാലും ഫുൾ വേ ആണ് എടുത്തേക്കുന്നത്. രണ്ടും കൂടെ കറങ്ങി വരാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ കുറേ സോനിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ തിരിച്ചു പോവാണ്. നല്ല ലൈറ്റ് അടിക്കുന്നുണ്ട്. ഞാനങ്ങനെ തിരിച്ചിറങ്ങുക കേട്ടോ. അങ്ങനെ മുകളില് പ്രത്യേകിച്ച് നടന്ന് കാണാനും മാത്രം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി താഴെ തന്നെ ഇറങ്ങാം. ഇനി ഞാനിപ്പം നിൽക്കുന്ന റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ബാഗേജ് വെക്കാനുള്ള സൗകര്യം ഉണ്ട്. അതുകൊണ്ട് ബാഗ് ഞാൻ അവിടെ വെച്ചേക്കുക. കഴിഞ്ഞ് ഇനി താഴെ തിരിച്ചിറങ്ങി റൂമിൽ പോയി പുതിയ റൂം എടുത്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് മാറണം. അപ്പൊ ഇനി വെറുതെ സമയം കളയണ്ടെന്ന് വിചാരിച്ചു. ഈ സ്പോട്ട് ഞാൻ ഇത്രക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാണാൻ നല്ല രസമുണ്ട്. നോക്കി പുറത്തൊക്കെ ഞാൻ കാണിക്കാതെ കാണാലോ അല്ലെ. ഇവിടെ ഇങ്ങനെ എണീറ്റ് നിൽക്കരുത് എന്നൊക്കെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ. ഞാൻ ഇറങ്ങാൻ നേരത്തെ കണ്ടത്. സാറില്ല, എണീറ്റ് എൻജോയ് ചെയ്യേണ്ടതൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമല്ല.
അപ്പൊ ഇനി ഞാൻ വേറെ ഏതെങ്കിലും സ്പോട്ട് കാണിച്ചു തരുന്നവരെ ടാറ്റ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. പിന്നെ വിന്റർ സീസൺ ആയതുകൊണ്ട് ഇവിടെ ഫ്ലവേഴ്സ് ഒന്നും ഇല്ലാത്തത്, ഇല്ലെങ്കിൽ ആ ഗാർഡൻ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു. സാരല്ല, നമുക്ക് കാണാൻ പറ്റിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു കേട്ടോ. അതിൽ ക്യാബിൾ കാറിൽ കയറാൻ വന്നത് നല്ലായിരുന്നു, കൊള്ളാം. ഇനി വേറെ ഏതെങ്കിലും സ്പോട്ടിൽ എത്തുമ്പോ ഞാന് അയ്യോ ഇത് ഷെയ്ക്കായതാണ്. വേറെ ഏതെങ്കിലും സ്പോട്ടിൽ എത്തുമ്പോ അതും കൂടെ കാണിച്ചു തരാം. അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ.